പോളിംഗ് കഴിയുമ്പോഴും 100% വിജയം ഉറപ്പാണെന്ന് പറയുകയാണ് UDF സ്ഥാനാർത്ഥി പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. മനോരമ ന്യൂസിനോട് സംസാരിച്ചു. അതിലേക്ക് പ്രചാരണങ്ങൾ കഴിഞ്ഞു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വിധി ദിനം കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. എനിക്കൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു മാസത്തോളമുള്ള പ്രചരണവും? ഈ ഗംഭീരല്ലായിരുന്നോ? ഒരു മാസം മേളിൽ കിട്ടി എനിക്ക്. ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, അത്രയും നാള് വളരെ ഗംഭീരമായിരുന്നു. എത്രമാത്രം മനുഷ്യന്മാരെ കാണാൻ പോയിട്ടുണ്ടോ അത്രമാത്രം പോസിറ്റീവായിരുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന അതിശക്തമായ വിവാദങ്ങൾ, ആ വിവാദങ്ങൾ സ്വാഭാവികമായ ഒരു ഫസ്റ്റ് ടൈമർ എന്ന നിലയിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ ഈ വിവാദങ്ങളുടെ മൈക്കൊന്നും മാറ്റിയിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പം ഭയങ്കര കോൺഫിഡൻസ് ആണ്. മനസ്സിലായില്ല. അപ്പം അതാണ് ഒരു ഫസ്റ്റ് ടൈമർ എന്ന നിലയിൽ ഇത്ര ഒരു വലിയ വിവാദങ്ങളുടെ ഇടയിൽ മത്സരിക്കുമ്പോൾ എനിക്ക് പോസിറ്റീവായതാണ്. പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഇത്തരം വിവാദങ്ങൾ, ശരിയാണ് പറഞ്ഞത്, ഓരോ ദിവസവും വിവാദങ്ങളായിരുന്നു. അതിന് ഉത്തരങ്ങൾ അങ്ങനെ ഡെവലപ്പായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടിയടക്കം അങ്ങനെ പരാമർശിക്കപ്പെട്ടു. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാവുന്ന? പ്രതീക്ഷിച്ചിരുന്നു. ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. അതായത് ഇപ്പം രണ്ട് പാർട്ടികളോടുമുള്ള എൻ്റെ മുൻകാലത്തെ സമീപനങ്ങളുണ്ടല്ലോ, ആ സമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച വരുത്തിയിട്ടുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഞാൻ മത്സരിക്കുമ്പം അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ BJPക്കെതിരെ മത്സരിക്കുമ്പോൾ CPM കുറച്ചെങ്കിലും ഒരു മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കും എന്ന് ഞാൻ വിചാരിച്ചു. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? എന്നുവെച്ചാൽ നമ്മളെ ആക്രമിക്കുമെന്നറിയാം, BJPയെ കൂടി അതേ തലത്തിൽ ആക്രമിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 99:1 പോലും വന്നില്ല. നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അക്രമമായിരുന്നു. രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് മുന്നണികളും UDF സ്ഥാനാർത്ഥിയും UDFനെ മാത്രം കോർണർ ചെയ്തുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. അതിന് ജനങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പ്രതിരോധിച്ചത്. ശകലകലാവല്ലഭൻ